Hello students, welcome to XandY Learning. നമ്മുടെ ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ വേവ് മോഷനിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ വർഷവും ആവർത്തിക്കുന്ന അല്ലെങ്കിൽ സെയിം കോൺസെപ്റ്റ് ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ ഇയറിലും കാണാൻ പറ്റാറുണ്ട്. വേവ് മോഷനിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ് അല്ലേ. വേവ്സ് ആണ് സൗണ്ട് എന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വേവുകളുണ്ട്. സൗണ്ടിൻ്റെ തന്നെ ഫ്രീക്വൻസി, സ്പീഡ്, വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഇതാ നമ്മുടെ ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മളൊരു വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫാണിത്. എന്നിട്ട് ഇതാ ക്വസ്റ്റ്യൻസിൽ പറയുന്നത് നിങ്ങൾ നോക്കുക. ഫൈൻഡ് ഔട്ട് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്. ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് അതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിലേക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് വാല്യൂയിലേക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു അതിൻ്റെ മീൻ പൊസിഷനിൽ നിന്ന് അതിൻ്റെ മാക്സിമം പീക്കിലേക്കുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ ആക്സിസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, വൈ ആക്സിസ് നോക്കുകയാണെങ്കിൽ 0 to 1.5 ആണെന്ത് ഈ ഒരു ഡിസ്റ്റൻസ്. സോ 1.5 മീറ്ററാണ് ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വേവിൻ്റെ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നത്. സോ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് വൺ നമുക്ക് ആൻസർ ചെയ്യാം. ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 1.5 മീറ്റർ. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ് ഇഫ് ഇറ്റ് ട്രാവൽസ് 800 മീറ്റർ ഇൻ 2 seconds? രണ്ടാമത്തത് സിമ്പിൾ ചോദ്യമാണ്. 800 മീറ്റർ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് സ്പീഡ്? അപ്പോൾ സ്പീഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ്പേർട്ടുകളാണ് അല്ലേ. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? ടൈമാണ് അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ 800 മീറ്റർ ഡിവൈഡഡ് ബൈ 2 seconds എന്ന് പറഞ്ഞിട്ടുണ്ട്. 400 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? ഈ വേവിൻ്റെ ഫ്രീക്വൻസി എന്താണ്? അപ്പോൾ ഒരു വേവിൻ്റെ ഫ്രീക്വൻസി ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പീഡ് ഓഫ് എ വേവ് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, സ്പീഡ് ഓഫ് എ വേവ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി മൾട്ടിപ്ലൈഡ് ബൈ വേവ് ലെങ്ത് ആണ്. തിരിച്ച് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? സ്പീഡ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ നമ്മൾ ഈ വേവിൻ്റെ സ്പീഡ് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. വേവ് ലെങ്ത് ഇനി എവിടെ നിന്ന് കിട്ടും? എന്തായിരുന്നു വേവ് ലെങ്ത്? വേവ് ലെങ്ത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ്. അപ്പോൾ ട്രഫ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വേവിൻ്റെ ബോട്ടം മോസ്റ്റ് പോയിന്റുകളാണ് അല്ലേ. ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേവ് ലെങ്ത് എന്ന് വിളിക്കുക. അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. അവിടെ 7 ആണ് പോയിന്റ്, ഇവിടെ 3 ആണ്. സോ 7 - 3 എന്ത് കിട്ടും? 4 മീറ്ററാണ് ഇവിടുത്തെ വേവ് ലെങ്ത് എന്ന് കിട്ടും. വേവ് ലെങ്ത് കിട്ടി, സ്പീഡ് കിട്ടി, ഫ്രീക്വൻസി കിട്ടാൻ ഇനി എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? നമ്മൾ പഠിച്ച ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സോ ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു എത്രയാണ്? സ്പീഡ് ഓഫ് ദ വേവ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത്. ഇവിടെ അത് 400 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 400 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 100 എന്ന് കിട്ടും. പക്ഷേ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഏതാ? ഹേർട്സ് ആണ്. 100 ഹേർട്സ് ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ് വൺ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ദ ഗിവൺ ടേബിൾ ദോസ് വിച്ച് നീഡ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ഇതിലേതാണ് മീഡിയം വേണ്ടത്, ഏതാണ് മീഡിയം വേണ്ടാത്തതെന്ന് ക്ലാസിഫൈ ചെയ്യുക. റേഡിയോ വേവുകൾക്ക് മീഡിയം വേണോ? റേഡിയോ വേവ്സിന് വേണ്ട, അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. സോ എ നമുക്കിവിടെ കൊടുക്കാം. വേവ്സ് ഫോംഡ് ഓൺ വാട്ടർ സർഫസ്, തീർച്ചയായിട്ടും വാട്ടർ വേണം അവിടെ എന്ത് ചെയ്യാൻ? അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. അപ്പോൾ ബി നമുക്കിത് ഇവിടെ കൊടുക്കാം. ഓക്കെ. പിന്നെ ഇനി എന്താ ഉള്ളത്? സൗണ്ട് വേവുകൾ ഏതാണ്? സൗണ്ട് വേവിനും ട്രാവൽ ചെയ്യുന്നതിന് എന്ത് വേണം? മീഡിയം വേണം. വാക്വത്തിൽ സൗണ്ട് എന്ത് ചെയ്യില്ല? ട്രാവൽ ചെയ്യില്ല. സോ ബി, സി ഇവിടെ കൊടുക്കാം. ലൈറ്റ് വേവുകൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല? മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, സിമ്പിളാണ്. നെക്സ്റ്റ് വൺ, റൈറ്റ് എനി വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞത്, ഓർമ്മയില്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ എക്സാമ്പിളിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് പറയാം? സൗണ്ട് വേവ്സ് പറയാം. സൗണ്ട് വേവ്സ് എന്തിന് എക്സാമ്പിളാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിളാണ്. ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആയിക്കൊണ്ട് നമ്മൾ കുറേ എണ്ണം പഠിച്ചിട്ടുണ്ടല്ലേ. വേവ്സ് ഓൺ വാട്ടർ സർഫസ്, ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ട വാട്ടർ സർഫസിലുള്ള വേവുകൾ ഏതിന് എക്സാമ്പിളാണ്? അത് ട്രാൻസ്വേഴ്സ് വേവുകൾക്ക് എക്സാമ്പിളാണ്. ഈ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം കേട്ടോ. ഞാൻ പറയുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരങ്ങൾ വരണം. ഓക്കെ. പിന്നെ നമുക്ക് പറയാൻ പറ്റും, ഒരു റോപ്പിലുണ്ടാവുന്ന സ്ട്രിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലെ സ്ട്രിങ്ങിലുണ്ടാവുന്ന വേവുകളൊക്കെ എന്താണ്? ട്രാൻസ്വേഴ്സ് വേവുകളാണ്. ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് റിലേറ്റഡ് ടു ട്രാൻസ്വേഴ്സ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് സെൻറ്റൻസുകൾ വായിച്ച് നോക്കാം. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവ് പോകുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഏത് വേവാണ്? അത് നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവാണ്. കംപ്രഷൻസും റെയറിഫാക്ഷൻസും ഉണ്ടാകുന്നത് ഏത് വേവിലാണ്? അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിലാണ്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. അത് ഏതിലാണ്?
മറ്റത് ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ സൗണ്ട് വേവിനെ പോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യുന്നത് ഏത് വേവിലാണ്? ക്രസ്റ്റും ട്രഫും ഫോം ചെയ്യുന്നത് ഏത് വേവിലാണെന്ന് നമുക്ക് പറയാം, അത് ട്രാൻസ്വേഴ്സ് വേവിലാണെന്ന് പറയാൻ പറ്റും. ഇത്രയും പ്രോപ്പർട്ടീസ് ഓർത്ത് വെക്കുക. ഇത് തന്നെ എല്ലാ വർഷവും എന്ത് ചെയ്യാറുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. നെയിം ദ ഡിവൈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് സീ യൂസിങ് അൾട്രാസോണിക് വേവ്. അൾട്രാസോണിക് വേവ്, അപ്പോൾ അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ ഏതായിരുന്നു വേവ്? 20,000 ഹെർട്സിനേക്കാൾ മുകളിൽ ഫ്രീക്വൻസിയുള്ള വേവാണ് അൾട്രാസോണിക്. 20 ഹെർട്സിനേക്കാൾ താഴെ ഫ്രീക്വൻസിയുള്ള സൗണ്ടാണ് ഇൻഫ്രാസോണിക്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള സൗണ്ടാണ് മനുഷ്യന്മാർക്ക് കേൾക്കാൻ കഴിയുക. ബിറ്റ്വീൻ 20 ഹെർട്സ് ആൻഡ് 20,000 ഹെർട്സിനിടയ്ക്കുള്ള സൗണ്ടാണ് ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ആ ഡിവൈസിൻ്റെ പേര് വേറൊന്നുമില്ല, സോണാർ എന്ന് പറയുന്ന ഡിവൈസാണ്. ഓക്കെ, നാവിഗേഷൻ സിസ്റ്റമാണ്. വിച്ച് ഫിനോമിനൻ ഈസ് യൂസ്ഡ് ഇൻ സോണാർ? സോണാറിൽ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പം ഒരു ഓഷ്യൻ്റെ ഡെപ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സോണാറിൽ അൾട്രാസോണിക് വേവ് നമ്മൾ കടലിനടിയിലേക്ക് സെൻഡ് ചെയ്യും. അത് കടലിൻ്റെ അടിയിൽ പോയിട്ട് തിരിച്ച് വരാൻ എടുക്കുന്ന സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. വെള്ളത്തിലൂടെയുള്ള സൗണ്ടിൻ്റെ സ്പീഡ് നമുക്ക് ഓൾറെഡി അറിയാം. ആ സ്പീഡ് ഇൻറ്റു ടൈം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടുത്തെ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ എക്കോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് സോണാർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റിവർബറേഷൻ ആൻഡ് എക്കോ. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. റിവർബറേഷനും എക്കോയും തമ്മിലുള്ള വ്യത്യാസം രണ്ടും റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടാണ്. പക്ഷേ നമ്മുടെ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അതിൻ്റെ റിഫ്ലക്ഷൻ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്കോ എന്ന് വിളിക്കുക. ചെറിയൊരു ടൈം ഗ്യാപ്പെങ്കിലും വേണം അവിടെ. റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു ബൂം പോലെ കേൾക്കുന്ന, അതായത് നമ്മൾ ചെറിയ റൂമിൻ്റെ അകത്ത് നമ്മൾ പാട്ടിട്ട് കഴിഞ്ഞാൽ സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ കേൾക്കുന്നത് റിവർബറേഷനാണ്. കാരണം ആദ്യത്തെ ശബ്ദം നമ്മുടെ ചെവിയിലുള്ളപ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ റിഫ്ലക്ഷൻ ചെവിയിലെത്തുന്നത്, ഒരുമിച്ച് എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ളൊരു അവസരം അവിടെ ഉണ്ടായിരിക്കില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒരു ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ, റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് അവിടെ തട്ടി തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ചെവിയിൽ ആദ്യം വന്ന സൗണ്ട് പോയിട്ടുണ്ടാകും. പിന്നെ നമുക്ക് രണ്ടാമതൊരു സൗണ്ടായിട്ട് നമ്മൾ ആ റിഫ്ലക്ഷൻ കേൾക്കുമ്പോഴാണ് അതിനെയാണ് എക്കോ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് സാധ്യമാക്കുന്നത് നമ്മുടെ ചെവിയുടെ പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. 0.1 സെക്കൻഡ്സ് ഓരോ ശബ്ദവും നമ്മുടെ ചെവിയിൽ നിലനിൽക്കും. 0.1 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് അത് പോകുള്ളൂ. അപ്പോൾ 0.1 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ റിഫ്ലക്ഷൻ വന്നാൽ നമുക്കതൊരു സിംഗിൾ സൗണ്ടായിട്ട് തന്നെ തോന്നും. പക്ഷേ നല്ല വോള്യൂമുള്ള, നല്ല ലൗഡായിട്ടുള്ള, നല്ലൊരു ബൂം സൗണ്ടായിട്ട് തോന്നും. എക്കോ എന്ന് പറയുന്നത് അങ്ങനെയല്ല. എക്കോ ദൂരെ പോയി തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ 0.1 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് ചെവിയിലേക്ക് എത്തുക. അത് സെക്കൻഡ് സൗണ്ടായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡെഫിനിഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. റിവർബറേഷൻ ഇസ് ദി പെർസിസ്റ്റൻസ് ഓഫ് സൗണ്ട് ആസ് എ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എക്കോ ഇസ് ദ ഫിനോമിനൻ ഓഫ് ഹിയറിംഗ് ഓഫ് എ സൗണ്ട് ബൈ റിഫ്ലക്ഷൻ ഫ്രം എ സർഫസ് ഓർ ഒബ്സ്റ്റക്കിൾ ആഫ്റ്റർ ഹിയറിംഗ് ദി ഫസ്റ്റ് ഒറിജിനൽ സൗണ്ട്. ഒറിജിനൽ കേട്ടതിന് ശേഷം വരുമ്പോൾ ഇതിനെയാണ് എക്കോ എന്ന് വിളിക്കുക. ഒരുമിച്ച് കേൾക്കുന്ന റിഫ്ലക്ഷൻസിനെയാണ് എന്ത് വിളിക്കുക, റിവർബറേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ. സൗണ്ട് വേവ്സ് ഫ്രം സോണാർ in a ship hits the bottom of the sea and comes back after 1 second. Calculate the distance to the bottom of the sea from the ship. അപ്പോൾ ഇതൊരു സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഓഷ്യൻ്റെ ഏറ്റവും താഴേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഓഷ്യൻ്റെ ഏറ്റവും താഴേക്ക് നമ്മളൊരു കപ്പലിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, വലിയ കപ്പലാണ്. അവിടുന്ന് സൗണ്ട് വേവുകൾ താഴേക്ക് നമ്മൾ അയക്കുന്നു. സൗണ്ട് വേവ് താഴെ പോയിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് വരുന്നു. അതിന് വേണ്ടി എടുക്കുന്ന സമയം 1 സെക്കൻഡാണ്. അപ്പോൾ താഴേക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയായിരിക്കും, ഡി ആയിരിക്കും. നമ്മൾ അയക്കുന്ന സൗണ്ടിൻ്റെ സ്പീഡ് വി ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ പഠിച്ചതുപോലെ താഴേക്കും മുകളിലേക്കും കൂടെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്, 2d ആണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതിക്കൂടെ, അല്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വി നമുക്ക് ഓൾറെഡി അറിയാം, മൾട്ടിപ്ലൈഡ് ബൈ ടൈം ടേക്കൺ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഴം കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ എക്കോ, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, എക്കോയുടെ ഇക്വേഷനാണ് ഈ കാണുന്നത്. ഇത് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 2d ഈസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കുക, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ എത്രയാണ്, 1522 കടലിലത് പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ എത്ര സമയം കൊണ്ടാണ് തിരിച്ചെത്തിയിട്ടുള്ളത്, 1 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ 2 ടൈംസ് ദി ഡെപ്ത് ഓഫ് ഓഷ്യൻ. എങ്ങനെയാണ് 2d വന്നത്, താഴേക്കുള്ള ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് d, മുകളിലേക്കുള്ളതും d, 1522. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെപ്ത് ഓഫ് ഓഷ്യൻ 1522 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 761 മീറ്ററാണ് ഈ ഒരു ഓഷ്യൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ ഒരു കടലിൻ്റെ സീയുടെ ഡെപ്ത് എന്ന് പറയുന്നത് 761 മീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? വിച്ച് ടൈപ്പ് ഓഫ് സൗണ്ട് വേവ്സ് ഇസ് യൂസ്ഡ് ഇൻ സോണാർ. സോണാറിൽ ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് സൗണ്ട് വേവുകളാണ്? ഓൾറെഡി നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾ കണ്ടു,
അൾട്രാസോണിക് സൗണ്ട് വേവുകളാണ് നമ്മൾ സോണാറിൽ ഉപയോഗിക്കുന്നത്. റൈറ്റ് എനി 2 other uses of this type of sound wave. അൾട്രാസോണിക് സൗണ്ടിൻ്റെ വേറെ 2 യൂസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യാറുണ്ട് അൾട്രാസോണിക് സൗണ്ട്, സ്കാനിങ്ങിനും മറ്റുമൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്ന ഗാൽട്ടൺസ് വിസിൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡോഗിനെ ട്രെയിൻ ചെയ്യുന്ന ഗാൽട്ടൺസ് വിസിലും അൾട്രാസോണിക് സൗണ്ടാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കാരണം ഡോഗുകൾക്ക് അൾട്രാസോണിക് സൗണ്ട് കേൾക്കാനുള്ള കഴിവുണ്ട്, മനുഷ്യന്മാർക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചില ആനിമൽസ്, ഡോഗ്സ് മറ്റുമൊക്കെ വെറുതെ ഇരുന്നിട്ട് കുരക്കുന്നു, ചാടുന്നു, ഓടുന്നു, പേടിക്കുന്നു ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ആക്ച്വലി എന്താണ്, അവർ പല അൾട്രാസോണിക് സൗണ്ടും ചിലത് ഇൻഫ്രാസോണിക് സൗണ്ടൊക്കെ കേട്ടിട്ടാണ് ഈ പേടിക്കുന്നത്. നമുക്കിതൊന്നും കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ആക്ച്വലി അപ്പോൾ നമ്മളാണ് അവിടെ ശരിക്കും ഇതൊന്നും കേൾക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഇത് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഗിവ് റീസൺ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ച് കൊടുത്ത ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ട്രംപറ്റ്സ്, ഷഹനായി ഹാവ് കോണിക്കൽ ഷേപ്ഡ് ഓപ്പൺ എൻഡ്. അപ്പോൾ നമ്മുടെ കുഴലൂതുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അറ്റത്ത് ഒരു കോൺ ഷേപ്പിൽ ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് നമ്മൾ കാണാൻ പറ്റുക. അതിൻ്റെ കാരണം എന്താണ്? സംഭവം വളരെ സിമ്പിളാണ്. കുറച്ചും കൂടെ വൈഡായിട്ടുള്ള, നമ്മൾ ഊതുന്നതിനേക്കാൾ വൈഡായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് അതിൻ്റെ മറ്റേ അറ്റത്തുണ്ടായിരിക്കുക. അതിൻ്റെ കാരണം സിമ്പിളാണ്. നമ്മൾ ഊതുന്ന സമയത്ത് എയർ ആണല്ലോ മൂവ് ചെയ്യുന്നത്. ആ എയർ ഒന്നും കൂടെ ഫ്രീ ആയിട്ട് പുറത്തെത്താനും അതുവഴി ശബ്ദം ലൗഡായിട്ട് ഒന്നും കൂടെ ബ്രൈറ്റായിട്ട് എല്ലാവർക്കും കേൾക്കാനും വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ ആ ഒരു സെൻറ്റൻസ്, അതിൻ്റെ മീനിങ്. അങ്ങനെ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം കുറച്ചും കൂടെ ലൗഡ് ആൻഡ് ബ്രൈറ്റ് ആയിട്ട് ഓഡിയൻസിന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. രണ്ടാമത്തത്, സീലിംഗ് ഓഫ് ഹോൾ ആർ ഗിവൺ എ കർവേച്ചർ. സിനിമാ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും കേർവ്ഡ് ആണ് എന്ത് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്കറിയാം, സിനിമാ തിയേറ്ററിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ നടക്കും. പല സ്ഥലത്ത് സ്പീക്കറുണ്ട്, സ്ക്രീനിൻ്റെ ബാക്കിൽ സ്പീക്കറുണ്ട്, പിന്നെ സൈഡിൽ സ്പീക്കറുണ്ട്, ഫ്രണ്ട് എല്ലായിടത്തും സ്പീക്കറുണ്ട്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ സിനിമ കാണുന്ന സ്ക്രീനിൻ്റെ ബാക്ക് മുഴുവൻ സ്പീക്കറാണ്, നമ്മുടെ നേരെ നമ്മുടെ ചെവിയിലേക്ക് സൗണ്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന സൗണ്ടൊക്കെ ഈ ചുമരിലും ഫ്ലോറിലും സീലിങ്ങിലും ഒക്കെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല ഡയറക്ഷൻസിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം യൂണിഫോം ആയിട്ട് എല്ലാ സ്പേസിലും റിഫ്ലക്ഷൻസ് ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേർവ്ഡ് ആക്കുന്നത്. സോ ദാറ്റ് മൾട്ടിപ്പിൾ, എന്തുകൊണ്ടാണ് അപ്പോൾ സീലിങ്സ് ഓഫ് ഹാൾ കേർവേച്ചർ ആക്കുന്നത്? അതിൻ്റെ ആൻസർ അപ്പോൾ എന്താ നമ്മൾ പറയാം, അവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. സോ യൂണിഫോം ആയിട്ട് സൗണ്ട് എല്ലായിടത്തും റിഫ്ലക്ഷൻസ് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഫ്ലോർ ആൻഡ് വാൾ ഓഫ് ഓഡിറ്റോറിയംസ് ആർ മെയ്ഡ് റഫ്. അതിൻ്റെ കാരണം സിമ്പിളാണ്. ഓഡിറ്റോറിയത്തിലൊക്കെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ സൗണ്ട് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ വോളൊക്കെ എന്ത് ചെയ്യുന്നത്, റഫ് ആക്കുന്നത്. ഇപ്പോൾ ഈവൻ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിലടക്കം വോളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൗണ്ട് പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വോളൊക്കെ ഫിക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടൊക്കെ ആ മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യും. അതിൽ നിന്നൊന്നും പിന്നെ എന്ത് ചെയ്യില്ല, റിഫ്ലക്ഷൻസ് ഉണ്ടാവില്ല. സോ ടു പ്രിവെൻറ്റ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് വി ആർ മേക്കിംഗ് ഫ്ലോർ ആൻഡ് വാൾസ് ഓഫ് ഓഡിറ്റോറിയംസ് റഫ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വേവ് മോഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. അതോടുകൂടി നമ്മുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ഫിസിക്സിൻ്റെ അത് കംപ്ലീറ്റ് ആവുകയാണ്. ഇതുപോലെ കെമിസ്ട്രിക്കും അതുപോലെ മാത്സിനും ബയോളജിക്കും ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ധൈര്യമായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും ചോദ്യങ്ങളും ഇത്രയും ടോപ്പിക്കുകളിലൂടെ കവറായപ്പം കുറച്ചൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാവരും അറിയിക്കുക. എല്ലാവർക്കും ആനുവൽ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി ബാക്കി വരുന്ന ലൈവ് ക്ലാസ്സുകളും ഇനി ബാക്കി വരുന്ന സ്റ്റഡി മെറ്റീരിയൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു കംപ്ലീറ്റ് 7 ചാപ്റ്ററിൻ്റെ വീഡിയോസും നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഗുഡ് ബൈ.